ജീവിതത്തിൻ്റെ ആഴത്തിൽ നോക്കുമ്പോൾ പ്രകാശവും ഇരുളും ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങളും മാറി മാറി വരുന്ന ഒരു യാത്രയുമാണ്. പ്രകാശം നമ്മൾ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളാണ്. സന്തോഷം, സമാധാനം, വിജയം, സ്നേഹം എന്നിവയെല്ലാമാണ്. എന്നാൽ ഇരുട്ട് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളാണ്. വേദന, നഷ്ടം, നിരാശ, ആശയക്കുഴപ്പം എന്നിവയെല്ലാമാണ്. പ്രകാശം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയും ഊർജവും നൽകുന്നു. ഒരു നല്ല വാർത്ത, ഒരു സ്നേഹമുള്ള വാക്ക്, ഒരു ചെറിയ വിജയം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു പ്രകാശം സൃഷ്ടിക്കുന്നു. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ അനുഭവങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുന്നു. ഈ വികാരങ്ങൾ മനുഷ്യൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി നൽകുകയും ചെയ്യുന്നു. പ്രകാശമുള്ള സമയങ്ങളിൽ മനുഷ്യൻ ജീവിതത്തെ എളുപ്പം കാണും. അവൻ സ്വയം വിശ്വസിക്കും. അതുപോലെ തന്നെ ലോകവും നല്ലതാണെന്ന് തോന്നും. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും ഇങ്ങനെ പോകുന്നില്ല. ചില സമയങ്ങളിൽ ജീവിതം നമ്മെ അനിശ്ചിതത്വത്തിലേക്കും വേദനയിലേക്കും കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരുടെ നഷ്ടം, പരാജയം, തെറ്റിദ്ധാരണകൾ, നിരാശകൾ, ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഇരുട്ട് സൃഷ്ടിക്കും. പക്ഷേ മനഃശാസ്ത്രത്തിൽ ഒരു പ്രധാന സത്യം പറയുന്നുണ്ട്. പെയിൻ ഓഫൻ ബിക്കംസ് ദ ഡോർവേ ടു ഡീപ്പർ അവയർനെസ്. വേദന പലപ്പോഴും മനുഷ്യനെ അവൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ തൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും ജീവിതത്തിൻ്റെ അർത്ഥത്തെയും കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. മനഃശാസ്ത്രത്തിൽ മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാന ആശയമുണ്ട്: റെസിലിയൻസ്. അതായത് പ്രയാസങ്ങളെ നേരിട്ടിട്ടും വീണ്ടും ഉയർന്നു നിൽക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ്. ഇരുണ്ട അനുഭവങ്ങൾ പലപ്പോഴും ഈ ശക്തി വളർത്തുന്നു. വേദന അനുഭവിച്ച മനുഷ്യൻ കൂടുതൽ കരുണയുള്ളവനും സഹാനുഭൂതിയുള്ളവനുമാകാറുണ്ട്. അതുകൊണ്ടാണ് പല വലിയ വ്യക്തികൾ പറയുന്നത്, ജീവിതത്തിലെ ഏറ്റവും വലിയ പഠനങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് വരുന്നത്. ആത്മീയമായി നോക്കുമ്പോൾ പ്രകാശവും ഇരുളും മനുഷ്യൻ്റെ ആന്തരിക യാത്രയുടെ ഭാഗമാണ്. ഇരുട്ട് പലപ്പോഴും നമ്മെ നിർത്തി ചിന്തിപ്പിക്കുന്നു. അത് നമ്മോട് ചോദിക്കുന്നു, ഞാൻ ജീവിതം എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ ഉള്ളിലെ സത്യമായ സന്തോഷം എന്താണ്? ഞാൻ ആരാണ്? ഈ ചോദ്യങ്ങളാണ് മനുഷ്യനെ ആത്മബോധത്തിലേക്കും ആത്മീയ വളർച്ചയിലേക്കും നയിക്കുന്നത്. പ്രകൃതിയിൽ പോലും നമ്മൾ ഇതേ സത്യം കാണുന്നു. രാത്രിയില്ലെങ്കിൽ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം നമ്മൾ അറിയില്ല. ഇരുട്ടില്ലെങ്കിൽ പ്രകാശത്തിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയില്ല. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്: പ്രകാശം മാത്രമല്ല ജീവിതം, ഇരുട്ടും അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇരുട്ട് സ്ഥിരമായ ഒന്നല്ല. അത് പലപ്പോഴും ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. വിത്ത് മണ്ണിൻ്റെ ഇരുട്ടിൽ കിടക്കുമ്പോഴാണ് അത് മുളയ്ക്കുന്നത്. കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിലെ ഇരുട്ടിൽ വളരുമ്പോഴാണ് ഒരു പുതിയ ജീവിതം പിറക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിലും ചില ഇരുണ്ട കാലങ്ങൾ ഒരു പുതിയ ബോധത്തിൻ്റെ തുടക്കമായിരിക്കും. അവസാനമായി ഇത്രമാത്രം ഓർക്കാം: ജീവിതത്തിലെ പ്രകാശം നമ്മെ സന്തോഷം പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ ഇരുട്ട് നമ്മെ ജ്ഞാനം പഠിപ്പിക്കുന്നു. ഇവ രണ്ടും ചേർന്നാണ് മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാക്കുന്നത്. കാരണം ഇരുട്ടിലൂടെ നടന്നവർക്കാണ് പ്രകാശത്തിൻ്റെ യഥാർത്ഥ മൂല്യം അറിയാൻ കഴിയുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ജ്യോതി. ഈ ചെറിയ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നന്ദി. ശുഭദിനം.